അമ്പരപ്പിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് എന്നും മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് ചൈന. ഇപ്പോഴിതാ മറ്റൊരു വിചിത്രമായ കണ്ടുപിടുത്തം നടത്തി വീണ്ടും ശ്രദ്ധ നേടുകയാണ് രാജ്യം. മുള്ളില്ലാത്തൊരു മത്സ്യത്തെ സൃഷ്ടിച്ചാണ് ചൈനയിലെ ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത്. വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു മത്സ്യ ഇനത്തെ ഇവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഷോങ്കെ നമ്പർ 6 എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ ഇനം മത്സ്യം ഏഷ്യയിലുടനീളം വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ശുദ്ധജല മത്സ്യമായ പ്രഷ്യൻ കരിമീനിന്റെ ഒരു ഇനമാണ്. കരിമീനിലെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതും അപകടകരവുമാക്കുന്ന ചെറിയ മുള്ളുകൾ അഥവാ ഇന്റർമസ്കുലർ അസ്ഥികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി CRISPR-Cas9 ജീൻ എഡിറ്റിംഗ് ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗുയി ജിയാൻഫാങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിലെ ശാസ്ത്രജ്ഞരാണ് ഈ നേട്ടത്തിന് പിന്നിൽ. കരിമീനിന്റെ മാംസത്തിലുടനീളം കാണപ്പെടുന്ന ആകൃതിയിലുള്ള ചെറിയ മുള്ളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന RUNX2B എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ജീനിനെ ഗവേഷകർ തിരിച്ചറിഞ്ഞ് പ്രവർത്തനരഹിതമാക്കുകയാണ് ഇവിടെ ചെയ്തത്. ഭ്രൂണാവസ്ഥയിൽ തന്നെ ഈ ജീൻ പ്രവർത്തനരഹിതമാക്കിയതിലൂടെ മത്സ്യത്തിന്റെ പ്രധാന അസ്ഥികൂടം വികസിപ്പിക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പുവരുത്തി. അതേസമയം മാംസത്തിനുള്ളിൽ ഉണ്ടാകുന്ന ചെറിയ മുള്ളുകൾ പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്തു. കരിമീൻ ഇനങ്ങളിൽ സാധാരണയായി 80-ലധികം ചെറിയ മുള്ളുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് തൊണ്ടയിൽ കുടുങ്ങി അപകടമുണ്ടാക്കുകയും മീൻ ഇഷ്ടമുള്ളവർക്ക് ചെറിയ മുള്ളുകൾ നീക്കം ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ പുതിയ ഇനം കരിമീൻ കഴിക്കുന്നതിലൂടെ ഈ പ്രശ്നം ഇല്ലാതാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള മത്സ്യകൃഷിക്ക് അനുയോജ്യമായ രീതിയിലും സോങ്നെ നമ്പർ 6 രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിന്റെ അഭിപ്രായത്തിൽ ഈ മീൻ വേഗത്തിൽ വളരുകയും കുറഞ്ഞ തീറ്റ നൽകി കൂടുതൽ വിളവ് നൽകുകയും ചെയ്യുന്ന ഒന്നാണ്. ജനിതക കണ്ടുപിടുത്തങ്ങളിലൂടെ ഭക്ഷ്യസുരക്ഷ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന CSSന്റെ പ്രിസിഷൻ സീഡ് ഡിസൈൻ ആൻഡ് ക്രിയേഷൻ സംരംഭത്തിന്റെ കീഴിലുള്ള 6 വർഷത്തെ ഗവേഷണ പരിപാടിയുടെ ഫലമാണ് ഈ ഒരു നേട്ടം. മറ്റ് ജനപ്രിയ ശുദ്ധജല ഇനങ്ങളിലും സമാനമായ പരിഷ്കാരങ്ങൾക്ക് ഈ മുന്നേറ്റം വഴിയൊരുക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ. എന്തായാലും മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു പുതിയ കണ്ടുപിടുത്തം വളരെയധികം ഉപകാരപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്.